ലേഡീസും ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ട്. അതായത് ചിലർക്ക് ഇങ്ങനെ ചെറിയ പാച്ചസ് വരാം. അങ്ങനെയുള്ളപ്പം അതിനകത്തുള്ള ഒരു പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇപ്പം ഒരുപാട് ഫീമെയിൽസ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ആ നമ്മളെ ഓർഗനൈസേഷൻ എവറി മന്ത് മിനിമം ഒരു 10 to 20 ഫീമെയിൽ ക്ലയൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലേഡീസ് അവർക്കൊക്കെ മുട്ടയടിക്കണോ? മുട്ടടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ലെങ്ത് ഇപ്പോൾ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം വന്നിട്ടുണ്ട്. Okay. എവിടെയും ട്രിമ്മിങ്ങും മുട്ട അടിക്കാതെ തന്നെ പ്രൊസീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും മെത്തഡും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത് നോർമൽ മെത്തഡ് ആണെങ്കിൽ പോലും ഈ ലെങ്തി ഹെയർ വരുന്ന സമയത്ത് അത് മാത്രം പുള്ളി ചെയ്ത് സ്പോട്ട് ട്രിമ്മിങ് ചെയ്ത് അവിടുന്ന് മുടി എടുത്തിട്ട് ഇല്ലാത്ത സ്ഥലത്ത് പ്ലേസ് ചെയ്യും ചെയ്യാം. ഇത് ആർക്കും അറിയില്ല. കുറച്ച് കാലം അറിയില്ല. അത് ലേഡീസിനുള്ള ഒരു പ്ലസ് ആണ്. പക്ഷെ ജെന്റ്സിനാണെങ്കിൽ ഇത് മൊത്തം നമ്മൾ ഷേവ് ഷേവ് ചെയ്യാതെ ചെയ്യേണ്ട മെത്തേഡുകളും ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ GCCയിൽ ഇപ്പോൾ ക്യൂട്ടീസ് മാത്രമാണ് ചെയ്യുന്നത്. ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു ലോഞ്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പേജിലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. സമോൺ അത് ഡ്രിം ചെയ്യാൻ മടിക്കുന്നതും മൊട്ടടിക്കാൻ മടിയുള്ളവർക്കുള്ള ഓപ്ഷനായിട്ട് അത് ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ അത് അവർക്ക് ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ഈ ഷൂട്ട് കണ്ടിന്യൂറ്റി കിട്ടാനും മൊട്ടടിച്ച് കഴിഞ്ഞാൽ മിനിമം 3 മാസം എടുക്കും ആ മുടിയുടെ ലെങ്ത്തിലെത്താൻ. അപ്പോൾ അതെല്ലാം ഒരു പെട്ടെന്ന് റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതാ പറഞ്ഞത്, പുതിയ മെത്തേഡുകളും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങളത് റിസർച്ച് ചെയ്ത് ഇവിടെ എത്തിക്കുന്നുണ്ട്.